അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചർച്ചയ്ക്കിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് എന്ത് പറയണം പറയണ്ട എന്ന് നന്നായിട്ട് അറിയാം. ഞാൻ 22 കൊല്ലമായി പണി തുടങ്ങിയിട്ട് ഉറപ്പായിട്ടും പറ്റില്ല. അതുകൊണ്ടാണ് ഡിസംബർ 8 എന്നെ ചർച്ചയ്ക്ക് വിളിക്കണം. ഞാൻ റിപ്പോർട്ടിൽ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ രാഹുലിലേക്ക് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ രാഹുലോട് എനിക്ക് പറയാനുള്ളത്, രാഹുൽ ദയവ് ചെയ്ത് പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്ത കാര്യങ്ങൾ പറയരുത്. ഉത്തരവാദിത്തത്തോടു കൂടി ചർച്ചയിൽ പങ്കെടുക്കണം. ഞാൻ ആദ്യമേ അഭ്യർത്ഥിക്കുകയാണ്. അതിൽ ഞാൻ പറയട്ടെ രാഹുൽ പൂർത്തിയാക്കട്ടെ. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഈ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളുണ്ടല്ലോ, അത് അങ്ങ് ദയവ് ചെയ്ത് ഇവിടെ വിളിച്ചു പറയരുത്. പക്ഷേ താങ്കൾ ഇന്നലെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, വിവാഹിതയാണ്. നമ്മൾ അത് അപ്പോൾ പറയാൻ ഉദ്ദേശിച്ച കാര്യമല്ല, പറയരുതെന്ന് ഞാൻ അങ്ങോട്ട് തടയുകയും ചെയ്തതാണ്. വിവാഹിതയായിട്ടും വിവാഹിതയാണെന്ന് പറയാതെ വഞ്ചിച്ചു എന്നാണ് അങ്ങ് പറഞ്ഞത്. പക്ഷേ ഇന്ന് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിവാഹിതയാണെന്നറിയാം, വിവാഹത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം സംസാരിച്ചത്. പിന്നീട് ഒരു ബന്ധത്തിലേക്ക് അത് പോവുകയും ആ ബന്ധം ഏത് തരത്തിൽ എത്തി എന്ന കാര്യമാണ് ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ. അപ്പോൾ താങ്കളുടെ ഇന്നലത്തെ വാദം പൊളിഞ്ഞു എന്നതെന്ന് സമ്മതിച്ചിട്ട് തുടങ്ങാം. ശരി സ്മൃതിജി, 3 കാര്യങ്ങൾ. ഒന്ന്, സ്മൃതിജി TV ചാനലുകളിൽ വരുന്നതിന് മുമ്പ് മാധ്യമങ്ങളിൽ വരികയും താങ്കൾ ചെയ്ത പരിപാടികളെക്കാൾ കൂടുതൽ ചർച്ചയിൽ പങ്കെടുക്കുകയും BBC അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചർച്ചയ്ക്കിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് എന്ത് പറയണം പറയണ്ട എന്ന് നന്നായിട്ട് അറിയാം. കേരളത്തിലെ മാധ്യമങ്ങളിലല്ലേ പല ചർച്ചകളിലായി രാഹുൽ ഞാൻ 22 കൊല്ലമായി പണി തുടങ്ങിയിട്ട്. ബാക്കി പറഞ്ഞോളൂ. അതിന് മുമ്പ് ണ്ട്. അപ്പൊ അതുകൊണ്ട് സ്മൃതി മാഡം ചെയ്ത പരിപാടികളെക്കാൾ കൂടുതൽ പരിപാടികൾ രാഹുൽ ചെയ്ത പരിപാടി ഞാൻ ചെയ്യില്ലല്ലോ. ഞാൻ ചെയ്ത പരിപാടി ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും ശബരിമല നിൽക്കുന്നത്. ഉറപ്പായിട്ടും പറ്റില്ല. അതുകൊണ്ടാണ് ഡിസംബർ 8 എന്നെ ചർച്ചയ്ക്ക് വിളിക്കണം. ഞാൻ റിപ്പോർട്ടിൽ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. ഇല്ലല്ലോ, എന്റെ വിശ്വാസമാണ്. നിങ്ങൾക്ക് എഴുതി തന്നിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് നമുക്ക് ഡിസംബർ 8 കാണാം. അതുകൊണ്ട് നമുക്ക് ആത്മവിശ്വാസം അല്ലേ? കേസ് പഠിച്ചതിന്റെ ആത്മവിശ്വാസമാണ്. ശബരിമല പോരാട്ടത്തിന് സുപ്രീം കോടതിക്ക് ഇറങ്ങിയതിന്റെ ആത്മവിശ്വാസമാണ്. സത്യമേ ഞാൻ പറയുന്നുള്ള ആത്മവിശ്വാസമാണ്. അതുകൊണ്ടാണ് വിഷയത്തിലേക്ക് വരൂ. തൽക്കാലം ഈ വിഷയത്തിലേക്ക് വരൂ. താങ്കൾ ഈ വിഷയത്തിലേക്ക് വരൂ. എന്ത് പറയാം എന്ത് പറയണ്ടെന്ന് ബാക്കി ആരെ കാട്ടി ഞാൻ പറയും. അതായത് നമ്മുടെ വേദിയിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എന്ത് പറയണമെന്ന് എനിക്ക് പറയാമല്ലോ രാഹുൽ. അങ്ങയുടെ അഭിപ്രായം പറയാം, അതിലൊന്നും തടയുന്നില്ല. പക്ഷേ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്കി പറഞ്ഞോളൂ. ഒരു നിയമ വിദ്യാർത്ഥിയായ ലോയറായ മാധ്യമങ്ങളിൽ ഇത്രയും വർഷം പരിചയമുള്ള ചർച്ചയ്ക്കിരുന്ന് എനിക്കറിയാം എന്ത് പറയണം വേണ്ട എന്നുള്ളത്. 22 വർഷം ന്യൂസ് ചാനൽ മാത്രമാണ്. അതിനു മുമ്പ് ഒരു 5 വർഷം ഞാൻ TV വർക്ക് ചെയ്തിരുന്നു. അപ്പൊ 27 വർഷമുണ്ട് എനിക്ക് മാഡത്തെക്കാട്ടി കൂടുതൽ. അത് ഓർത്തിരുന്നാൽ മതി. ഇനി പോയിന്റിലേക്ക്, ഇന്നലെ കല്യാണം കഴിച്ചു എന്ന് ഞാൻ പറഞ്ഞത് താങ്കൾ അടക്കം അനുവദിച്ചത് സ്വാഗതാർഹമാണ്. ഇന്ന് ബെയിലുമുണ്ട്. ആ ബെയിലിൽ ഈ കുട്ടിയുടെ ഐഡന്റിറ്റി വെളിവാക്കുന്ന കാര്യങ്ങളുണ്ട്. അത് ഒരു കാരണവശാലും ഞാൻ പറയില്ല. പറയണമെങ്കിൽ എനിക്ക് റിപ്പോർട്ടിൽ വന്നിരുന്ന് പറയണ്ടല്ലോ. എന്റെ യൂട്യൂബിൽ പറഞ്ഞാൽ മതി, ലക്ഷക്കണക്കിന് ആരും കേൾക്കും. പക്ഷെ അത് ഇന്നും പറയുന്നില്ല, ഇന്നലെയും പറയില്ല, നാളെയും പറയില്ല. ഇന്നല്ലേ പരാതി കൊടുത്തുള്ളൂ, ഇന്നല്ലേ അതിജീവിതയായുള്ളൂ. എനിക്ക് മിനിഞ്ഞാന്ന് പറയായിരുന്നല്ലോ. ഈ കുട്ടിയുടെ കല്യാണ ഫോട്ടോ അടക്കം എന്റെ ഇരിപ്പുണ്ട്. എന്തുകൊണ്ടാണ് പറയാത്തത്? അത് ആ പുരുഷനും കൂടി മോശമായതുകൊണ്ടാണ്. ഞാൻ ആ പയ്യനോട് സംസാരിച്ചിരുന്നു, ഈ പെൺകുട്ടിയുടെ ഭർത്താവിനോട് സംസാരിച്ചിരുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും പറയില്ല. ഇനിയും താങ്കൾ പറഞ്ഞ വളരെ പ്രസക്തമായ കാര്യം, അതിൽ ഒരു വരി സ്മൃതി മാഡം വിടുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ബെയിൽ ആപ്ലിക്കേഷൻ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിനോട് അങ്ങോട്ട് സൗഹൃദമാണ് ഈ പെൺകുട്ടി സ്ഥാപിച്ചത്. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് രാഹുൽ ഇത് പറയൂ. വിവാഹിതയാണെന്ന് പറയാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ വഞ്ചിച്ചു എന്നല്ല അങ്ങ് പറഞ്ഞത്. അത് പൊളിഞ്ഞില്ലേ? അതാണ് സമ്മതിച്ചിട്ട് ഇതിലേക്ക് വരൂ. അല്ല, താങ്കൾ വായിച്ചില്ലെന്ന് തോന്നുന്നു ബെയിൽ ആപ്ലിക്കേഷൻ. അതിന്റെയാണ് ബെയിൽ ആപ്ലിക്കേഷൻ ഒക്കെ വായിച്ചു. താങ്കൾ ഇത് പറയൂ. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടോട്ടെ. താങ്കൾ ആ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടപ്പോ ആദ്യം വിവാഹിതയാണെന്ന് പറഞ്ഞല്ലോ പരിചയപ്പെട്ടത്. ഈ ഫേസ്ബുക്കിലൂടെ ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ട്, സാധാരണക്കാർ ശ്രദ്ധിക്കണേ, ഫേസ്ബുക്കിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിനോട് അങ്ങോട്ട് ബന്ധം സ്ഥാപിക്കുകയായിരുന്നു കുട്ടി. അപ്പോഴല്ല കല്യാണം ഉണ്ടെന്ന് പറഞ്ഞത്, പിന്നീടാണ് പറഞ്ഞത് എനിക്ക് ഗാർഹികമായ പ്രശ്നങ്ങൾ നേരിടുന്നു എന്ന്. അപ്പോൾ ആദ്യം ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ട് ബന്ധപ്പെടുകയും സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്യുകയായിരുന്നു. അത് രാഹുലിന്റെ കൊടുത്ത ആപ്ലിക്കേഷനിൽ കൃത്യമായിട്ടുണ്ട്. 3, യഥാർത്ഥത്തിൽ ഇവരുടെ കുടുംബ പ്രശ്നം ഒരു രാഷ്ട്രീയ പ്രശ്നമാക്കി ചർച്ച ചെയ്യണോ? എനിക്ക് വളരെ ഇഷ്ടവും ആദരവുള്ള ഒരാളാണ് നമ്മുടെ അനൂപ്. ശ്രീ അനൂപിനെ ഒരു നിമിഷം വിമർശിക്കാൻ എനിക്ക് അധികാരമാണ്. അനൂപിനെയും ശ്രീ അനൂപിനെയും കോൺഗ്രസിനെയും വിമർശിക്കാൻ. യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ സ്ത്രീപക്ഷം വളരെ പ്രസക്തമാണ്. ഇനി എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത പെൺകുട്ടിക്ക് 49 ക്രിമിനൽ കേസുകൾ ഉണ്ടെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവിലും ഒബ്സർവേഷനിലും ഉണ്ട്. അത് ശ്രീ അനൂപ് പറയില്ല. കാര്യം എന്താ അറിയാമോ? അദ്ദേഹം സ്ത്രീപക്ഷവാദിയാണ്. 49 കേസുകൾ ഈ പെൺകുട്ടിക്കെതിരെ ഉണ്ട്. 2, ശ്രീ മുകേഷിനെതിരെ വ്യാജ പരാതി കൊടുത്ത ആ സ്ത്രീയെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തതാണെന്നും അവർ ബാക്കി 11 പേർക്കെതിരെ വ്യാജ പരാതി കൊടുത്തു എന്ന് ശ്രീ സനോജും പറയില്ല. അത് ഞാൻ CPM കാരനായോണ്ടല്ല പറയുന്നത്, അതാണ് സത്യം എന്നുള്ളതുകൊണ്ടാണ്.
ശ്രീ സനോജിനും അനൂപിനും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്ത്രീ വിരോധികളായി പോകുമോ, സ്മൃതി മാഡത്തിന്റെ അടക്കമുള്ള മാധ്യമങ്ങളുടെ പ്രിയം ഇല്ലാതായി പോകുമോ എന്ന പേടികൊണ്ടാണ്. പക്ഷെ ഞാൻ പറയുന്നത് വസ്തുതകളാണ്. മുകേഷിനെതിരെ കള്ളപ്പരാതി കൊടുത്ത ആ സ്ത്രീയെ ഓഗസ്റ്റ് 25 തമിഴ്നാട്ടിൽ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തു. എന്തിനാണെന്നറിയാമോ? അണ്ടർ ഏജ് ആയ ഒരു പെൺകുട്ടിയെ സെക്സ് റാക്കറ്റിന് എത്തിച്ചു കൊടുത്തതിന് 11 പേർക്കെതിരെ വ്യാജ പരാതിയാണ് ആ സ്ത്രീ നൽകിയത്. ഇന്നും ആ സ്ത്രീയെ അല്ലെങ്കിൽ സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്നുണ്ട് ആ പേര് പറയാം. എൽദോസ് കുന്നപ്പള്ളിയെ വേട്ടയാടി, അത് ശ്രീ അനൂപ് പറയില്ല. കാര്യം അദ്ദേഹം പുരോഗമന ലിബറൽ സ്ത്രീപക്ഷക്കാരനാണ്, ഞാൻ കുഴപ്പമില്ല, ഞാൻ മോശക്കാരനാണ്. ഇനി ഈ വിഷയത്തിലേക്ക് വരാം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഡിഫൻസ് എന്താണ്? വളരെ വ്യക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഡിഫൻസ് ഈ പെൺകുട്ടി, ഇനി അത് പറയാമല്ലേ, ആ ഡിഫൻസിൽ പറഞ്ഞിരിക്കുന്ന കാര്യമായതുകൊണ്ട് ആ പെൺകുട്ടി മറ്റൊരു ബന്ധത്തിലാണ്, മാരീഡ് ആണെന്ന് പറയാമല്ലോ. ഇന്നലെ താങ്കളുടെ ചാനലിലൂടെയാണ് ആദ്യം അത് ലോകം പറഞ്ഞത്. പിന്നീട് ഞാൻ പോയ എല്ലാ ചാനലിലും പറയുകയുണ്ടായി, യഥാർത്ഥത്തിൽ മാരീഡ് ആയ ഒരു പെൺകുട്ടിയായിരുന്നു ഇത്. അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി കാണും, നമ്മൾ ബഹുമാനിക്കുന്നു. ഞാനടക്കം നമ്മൾ എല്ലാവരും ബ്രേക്കപ്പിലൂടെ ഒക്കെ കടന്നുപോയതാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള ബ്രേക്കപ്പിന് ശേഷം അതിനെ വെപ്പണൈസ് ചെയ്തു. ഇനി ഏറ്റവും പ്രധാനം, സ്മൃതി മാഡത്തിന്റെ റിപ്പോർട്ടർ പുറത്തുവിട്ട ആ ചാറ്റിലാണ് നമ്മളെല്ലാം അറിഞ്ഞത് മാർച്ച് മാസത്തിലാണ് ഇവർ ബന്ധപ്പെട്ടതെന്ന്, ഇല്ലേ? മാർച്ച് മാസത്തിൽ നമുക്ക് ട്രൈ ചെയ്യാം, കുട്ടികൾ വേണം, കുഞ്ഞു വേണമെന്ന് പറയുന്നത്. ആ മാർച്ച് മാസത്തിൽ നടന്ന ലൈംഗിക ബന്ധം എങ്ങനെയാണ് റേപ്പ് ആകുന്നത് മാഡം? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് മാർച്ച് മാസം മുഴുവൻ ചെയ്യാമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയോട് പറയുന്നു. പെൺകുട്ടി സമ്മതിക്കുന്നു. പിൽസ് വേണോന്ന് ചോദിക്കുന്നു. രാഹുൽ വേണ്ടാന്ന് പറയുന്നു. എനിക്ക് നിന്നെ പ്രഗ്നന്റ് ആക്കണം, നമുക്ക് കുഞ്ഞ് വേണോന്ന് പറയുന്നു. എന്നിട്ട് മാർച്ച് മാസത്തിൽ ഈ പെൺകുട്ടിയുമായി നടത്തിയ ബന്ധപ്പെടൽ റേപ്പ് ആണെന്ന് പറയുന്നതിന് എന്തെങ്കിലും അങ്ങനെയാണെങ്കിൽ വേറൊരു കാര്യം കൂടി, അങ്ങപ്പോൾ ഈ മുൻകൂർ ജാമ്യ ഹർജിയിലെ വാദങ്ങളാണല്ലോ പറയുന്നത്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഗർഭധാരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭർത്താവാണ് ഉത്തരവാദി എന്ന് കൂടി പറയുന്നത്. ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടി വരുന്നതിന്റെ ഗതികേടാണ് കേട്ടോ. എന്ത് ചെയ്യാൻ പറ്റും? ആ കുട്ടി കൊടുത്തിട്ടല്ലേ. ഈ വ്യക്തിപരമായ കാര്യങ്ങൾ ഇല്ലാതാക്കേണ്ടതല്ലേ? ഈ വ്യക്തിപരമായ കാര്യങ്ങൾ പബ്ലിക് ഡൊമൈനിൽ വരാതെ വ്യക്തികളുടെ ഇടയിൽ തന്നെ നിൽക്കേണ്ടതല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഷ്ട്രീയമായി ഉപയോഗിച്ചുകൊണ്ടല്ലേ പറയേണ്ടി വരുന്നത്? ഈ പെൺകുട്ടിയെ പുറത്തു പറയാത്തത് ആ പെൺകുട്ടിയെ ബഹുമാനിച്ചിട്ടല്ലേ? ആ പെൺകുട്ടിയുടെ പ്രൈവസി, അവരുടെ വീട്ടുകാർ, അച്ഛൻ, അമ്മ, അവരുടെ കുടുംബക്കാർ, ഈ പയ്യന്റെ കുടുംബക്കാർ, ഇവരെല്ലാം ബഹുമാനിച്ചിട്ടല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിലും ഇന്നലെ വരെ പുറത്തു പറയാതിരുന്നത് ആ മാന്യത ഉള്ളതുകൊണ്ടല്ലേ? രാഹുൽ ഈശ്വറിനെ പോലുള്ളവർ അപ്പുറത്ത് അദ്ദേഹത്തിന്റെ നാവായി പ്രവർത്തിക്കുകയാണ്. അതേപോലെ സൈബർ വേൾഡിൽ വേറെ ആൾക്കാരുണ്ട്. അപ്പോൾ രാഹുലിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അതിന് വേറെ ആളുകളുണ്ട്. അങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണ് താങ്കൾ ഡിസംബർ 8 വിധിയെയും താങ്കൾ ഇത്ര ആത്മവിശ്വാസത്തോടെ കാണുന്നതും. ശരി, നിയമം അറിയാവുന്ന ആളിപ്പോൾ അല്പം മുമ്പ് പരാതിക്കാരുടെ പേരടക്കം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഈ പരാതിയല്ല ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട കേസിൽ. ഉമ്മൻചാണ്ടിയുടെ പരാതി പറയാം. ഒരു സെക്കൻഡ്, ഉമ്മൻചാണ്ടിയുടെ പരാതി പറയാം. കാര്യം അത് CBI അന്വേഷിച്ച് തെറ്റാണെന്ന് കണ്ടെത്തി, കോടതി വിധി വന്നു. ഇനിയും പേര് പറയാം. അതായത് ഇനിയും ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ പേര് പറഞ്ഞുകൂടാന്നില്ല. അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, ഇപ്പോൾ പ്രാഥമികമായി അറിയേണ്ടത് ഈ കേസ് പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമോ എന്നുള്ളതാണല്ലോ. ഇപ്പോൾ FIRലെ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളും വരികയാണ്. അങ്ങയുടെ ഒരു വിലയിരുത്തൽ എന്താണ്? എനിക്കിപ്പോൾ ഇതിൽ പ്രഭാഫേസ് കേസ് നിൽക്കോ ഇല്ലയോ എന്നുള്ളത് പറയാൻ പറ്റില്ല. നോക്കേണ്ടത് ആ പെൺകുട്ടിയുടെ മൊഴിയാണ്. ഓവർ ഇറ്റ് ഈസ് അവരുടെ മൊഴി നോക്കുമ്പോഴത്തേക്കും ഓഫൻസ് നിൽക്കുന്നുണ്ടെന്നുള്ളത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഓഫൻസ് ഉണ്ട്. 482 ഇപ്പോഴത്തെ 482 ആൻറ്റിസിപ്പേറ്ററി മുൻകൂർ ജാമ്യം കൊടുക്കണ്ടോ വേണ്ടയോ എന്നുള്ളത് ഡിസ്കസ് ചെയ്യേണ്ടത് കോടതിയാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അതിൽ ഗ്രേവർ ഓഫൻസസ് ആണെന്നുണ്ടെങ്കിൽ പെൺകുട്ടിയെയും കൂടി കേൾക്കാനുള്ള സാധ്യതകളുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഈ അലിഗേഷൻസ് ഉണ്ടാവുന്നതും ഏത് സാഹചര്യത്തിലാണ് അവർ ഈ തമ്മിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്, ഏറെക്കുറെ കൺസെൻഷ്വൽ ആണെന്ന് ഉള്ള രീതിയിലാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ പോലും ഹി ഹാസ് അഡ്മിറ്റഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുകയാണല്ലോ. ആൻഡ് ഹി സബ്സിക്വൻ്റ്ലി അദ്ദേഹം പറയുന്നത് വേറെ ഷീ വാസ് മാരീഡ്, ഇതൊരു കൺസെൻഷ്വൽ സെക്സ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടി അത് ഇന്ന് സബ്സിക്വൻ്റ്ലി സംഭവിച്ചിട്ടുണ്ടോ, സബ്സിക്വൻ്റ്ലി അവർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതെല്ലാം നോക്കേണ്ടി വരും. അവരുടെ മൊഴിയും പിന്നെ ഇദ്ദേഹത്തിനെ അങ്ങനെ മൊഴിയിലുണ്ടെന്നുണ്ടെങ്കിൽ അത് കോടതിയിൽ കാണുമ്പോൾ അത് പ്രമാഫേസി കേസ് മേക്കൗട്ട് ചെയ്തു എന്നുള്ളത് വേണം കാണാനായിട്ട്. അതിലേക്കാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടത്. ഇൻവെസ്റ്റിഗേഷൻ നടക്കാനുള്ളൊരു പരിമിതി എന്താണെന്ന് വെച്ചാൽ അൺഫോർച്ചുനേറ്റ്ലി ഹി ഹാപ്പൻസ് ടു ബി എൻ MLA. ഒന്ന്. രണ്ടാമത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീ ഈസ് ഓൾസോ യൂസിങ്, അദ്ദേഹമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ യൂസ് ചെയ്യുന്നത് കൊണ്ടിട്ട് ഇൻവെസ്റ്റിഗേഷൻ വൈകുന്നു എന്നുള്ള രീതിയിൽ അവർക്ക് അലിഗേഷൻ ചിലപ്പോൾ ഉണ്ടാവും. പിന്നെ ടൈമിംഗ് ഒരു പ്രശ്നമാണ്. ഇപ്പോഴത്തെ വന്ന ടൈമിംഗ് FIR ഇപ്പോൾ വരുന്നതും എലക്ഷൻ പെട്ടെന്ന് വരുന്നു എന്നുള്ളതൊക്കെ ഒരു അലിഗേഷൻസാണ്. പക്ഷേ നേരത്തെ വരേണ്ടതായിരുന്നു. നേരത്തെ FIR ഇടാൻ ആ കുട്ടി എന്തുകൊണ്ടിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതും വേറെ കംപ്ലയിൻറ്റ്സ്. ഇതൊരു കേസല്ലല്ലോ, ഇത് ഒരു ഐസൊലേറ്റഡ് കേസ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പല കേസുകളുണ്ടായിട്ടുണ്ട്.
ഇദ്ദേഹം പറയുന്നത് ഇതൊരു ഗൂഢാലോചനയാണ് എന്നുള്ളത് പറയുകയാണെങ്കിൽ അതിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ നടക്കട്ടെ. ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. കോടതിയിൽ വരുമ്പോൾ കോടതിക്ക് അറിയാം. കോടതി ഇതൊന്നും കണ്ണടച്ചിരുന്നിട്ടൊന്നും അല്ലല്ലോ കാണുന്നത്. കോടതിക്ക് കാണാൻ പറ്റുമല്ലോ എന്താണ് ഇഷ്യൂ എന്നുള്ളത് കാണാൻ പറ്റും. പിന്നെ ഈ ഗോൾ പോസ്റ്റിൽ ഗോൾ അടിക്കുക എന്നൊക്കെ പറയാം, ദാറ്റ്സ് എ ഫാർ ഫെച്ചിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞു പോയിട്ടുള്ളത്. അതൊന്നും ശരിയായിട്ടുള്ള ഒരു നിലപാടാണെന്ന്, പ്രത്യേകിച്ച് ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലീനെ, ജനങ്ങളെ നമ്മുടെ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്ന ഒരാളുടെ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും വരാൻ പാടില്ലാത്ത സ്റ്റേറ്റ്മെൻ്റ്, തികച്ചും ഇറസ്പോൺസിബിൾ ആയിരുന്നു ആ സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആക്റ്റും പലപ്പോഴും ഇറസ്പോൺസിബിൾ ആയിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും. അത് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ജസ്റ്റിഫൈ ചെയ്യാനുള്ള ബാധ്യത കോൺഗ്രസ് പാർട്ടീനെ പോലെയുള്ള ഒരു പാർട്ടിക്ക് ഇല്ലേനും. അതുകൊണ്ടിട്ടാണ് അവരതിനെ ജസ്റ്റിഫൈ ചെയ്യാത്തതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് പാർട്ടിക്കൊക്കെ കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ള പാർട്ടിയാണ്. അവരതുകൊണ്ടിട്ട് അതിനെ ജസ്റ്റിഫൈ ചെയ്യൂല. എനിക്ക് വലിയ എക്സ്പീരിയൻസും ഇല്ല. അതുകൊണ്ടിട്ട് ഈ പ്രമാഫേസി കേസ് മേക്കൗട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കോടതിയാണ് പറയേണ്ടത്. ഞാൻ എത്രയും വെഹമെൻ്റായിട്ട് വാദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ഇതൊരു ഐസൊലേറ്റഡ് ഇൻസിഡൻ്റ് അല്ല, ഒരാളുടെ മാത്രമല്ല നമ്മൾ കാണുന്നത്. പലരുടെയും ഇഷ്യൂസ് പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട്. അത് ഒരു പാറ്റേണിലാണ് അത് പോകുന്നതെന്നുണ്ടെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെക്കും കൂടി അന്വേഷണം പോകേണ്ടി വരും. ഫേസ്ബുക്കിൽ എനിക്ക് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് ഫേസ്ബുക്കിൽ അതിൽ ഇത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഫേസ്ബുക്കിൽ മെസ്സേജ് വരുമ്പോൾ പല ഇൻഫർമേഷൻസും പല കാര്യങ്ങളും വരും. ഈ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനുള്ള ഒരാളിനെ ഒരു രീതിയിലേക്കും നമ്മൾ അതിലേക്ക് ഇടപെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ പൊസിഷനും നിങ്ങൾക്ക് കുറച്ചും കൂടി റീച്ച് ഔട്ടും നിങ്ങൾക്ക് പോപ്പുലാരിറ്റിയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്, നിങ്ങൾക്ക് എത്രത്തോളം റൈറ്റ്സ് ഉണ്ടോ അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസും കാണിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ട്. അതിലൊന്നും സംശയമൊന്നും വേണ്ട. അങ്ങനെ ഫേസ്ബുക്കിൽ സംസാരിക്കുന്നു എന്നുള്ളത് വലിയ കുറ്റമായിട്ട് കാണാനും പറ്റില്ലല്ലോ. പരിചയപ്പെട്ടിട്ടുണ്ടാകും, അങ്ങോട്ട് കയറി പരിചയപ്പെട്ടതാകാം. അങ്ങനെയാണെങ്കിൽ അല്ലാതെ അങ്ങനെ എത്രയോ പേര് നമ്മളോട് പരിചയപ്പെടും. എന്തുകൊണ്ടിട്ടാണ് നമ്മളിങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, നമ്മളില്ലാതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മൾ മെസ്സയ്യോ ഏഞ്ചലോ യേശുക്രിസ്തു ഒന്നും അല്ലല്ലോ. നമ്മൾ അപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവും പോപ്പുലാരിറ്റി. അതിനുശേഷം വരുന്ന റെസ്പോൺസിബിലിറ്റി വളരെ കൂടുതലാണ്. നിങ്ങൾക്കൊരു കാര്യം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ കൊണ്ടു നടക്കണം എന്നുള്ളത് അറിയാനുള്ള ഒരു ഇതും കൂടി റെസ്പോൺസിബിലിറ്റിയും കൂടി നിങ്ങൾ നിർബന്ധമായിട്ടും കാണിക്കണം. അതിനുശേഷം ഇപ്പോൾ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇപ്പോൾ എത്ര നാൾ കാണിച്ചു കൂട്ടിയത് എന്തായിരുന്നു? ഈ അലിഗേഷൻ വന്നതിന് ശേഷം അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഈ കേസ് നിൽക്കുമോ ശിക്ഷിക്കുമോ എന്നുള്ളതൊന്നും അല്ലല്ലോ ഇപ്പോഴത്തെ ഇഷ്യൂ. ഇദ്ദേഹം പറയുന്ന ഇദ്ദേഹത്തിൻ്റെ വോയിസ് ക്ലിപ്പ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിൽ എടുത്തിട്ടൊക്കെ അല്ലേ ചെയ്യേണ്ടി വരിക. അല്ലാതെ നമ്മളെങ്ങനെ ചെയ്യും? അദ്ദേഹത്തിൻ്റെ ഡിവൈസസ് നോക്കേണ്ടി വരും. പക്ഷേ ഇതുവരെയുള്ള പ്രതികരണങ്ങളിൽ ഒരിക്കൽ പോലും രഞ്ജിത്ത് മാരാർ അത് തന്റെ ശബ്ദമല്ല എന്ന് പറഞ്ഞിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഘട്ടത്തിൽ പോലും പറഞ്ഞിട്ടില്ല, താനല്ല എന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ബന്ധം നിഷേധിക്കുന്നുമില്ല ഈ മുൻകൂർ ജാമ്യം. അല്ലാതെ പക്ഷെ അതുകൊണ്ട് അതെല്ലാം അദ്ദേഹത്തിന് നിഷേധിക്കണം എന്നുണ്ടെങ്കിൽ പോലും അത് അദ്ദേഹത്തിൻ്റെ ആണോ അല്ലയോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യേണ്ടി വരില്ലേ? അതിന് അദ്ദേഹം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സായിട്ട് സഹകരിക്കേണ്ടേ? അദ്ദേഹത്തിന് അത്യാവശ്യം പൊസിഷൻ, ഒരു പാർട്ടി വിചാരിച്ചിട്ട് പോലും അദ്ദേഹത്തിനെ മാറ്റിയിരുത്താൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതും കൂടി കോടതി 482 ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ അതും കൂടി കാണേണ്ടി വരും. കോടതി തീരെ ഒന്നും കാണാത്തതൊന്നുമല്ല കോടതികൾ ഇത് കാണും. രണ്ട് രീതികളിലും പരിശോധിക്കും. ഇത് ബെയിലും കൊടുക്കുമ്പോൾ കോടതി കൺസിഡർ ചെയ്യണം ഇദ്ദേഹത്തിനെ ഇപ്പോൾ ശിക്ഷിക്കുമോ എന്നുള്ളതല്ല കൺസിഡർ ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ കസ്റ്റഡി ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ആവശ്യം വരുമോ, ഇദ്ദേഹം ബാക്കിയുള്ള വിറ്റ്നസ്സസിനെ സ്വാധീനിക്കാനുള്ള സാധ്യതകളുണ്ടോ, ഇത്രയാണ് കൺസിഡർ ചെയ്യുക. പിന്നെ കോടതിയിൽ വരാനുള്ള സാധ്യതകളുണ്ടോ, കോടതിയുടെ മുമ്പിൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിൻ്റെ മുമ്പിൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോഴോ ട്രയൽ നടക്കുന്ന സമയത്തോ വരാൻ സാധ്യതകളുണ്ടോ, ഇത്രയാണ് കോടതി ഈ സമയത്ത് പരിശോധിക്കുള്ളൂ. കേസ് നിൽക്കില്ല എന്നുള്ളതൊന്നും കോടതിക്ക് ഇപ്പോൾ നോക്കാനുള്ള സാധ്യതകൾ കുറവാണ്, ചിലപ്പോൾ നോക്കാറുമുണ്ട്. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ്റെ പ്രമാഫേസി അവരെന്താണ് പറയുന്നത്? ഈ പഴയ DPP വേഴ്സസ് മോർഗൻ എന്ന് പറഞ്ഞ ജഡ്ജ്മെൻ്റ് ഉണ്ട്. അതിൽ പറയുന്നത് ദാറ്റ് വാസ് എ പ്രോസ്റ്റിറ്റ്യൂട്ട്. It's not a prostitute, it was a wife of a person. There was an orgy. I'm just ഞാൻ മോശമായിട്ട് പറയണമെന്ന് വിചാരിക്കരുത്. ഒരു ഫാക്സിൽ അങ്ങനെയാണ്. ആ ഓർഗിയുടെ ഇടയിൽ ഷീ സെഡ് നോ. ദി വിക്ടിം സെഡ് നോ, ഐ കനോട്ട് ഹാവ് ഇറ്റ്. വിത്ത് ദി കൺസെൻറ്റ് ഓഫ് ദി ഹസ്ബൻഡ് ആണ് നടക്കുന്നത്. അതിൽ കോടതി പറഞ്ഞത് എന്താണ്? ഇറ്റ്സ് എ വെരി ഫേമസ് ജഡ്ജ്മെൻറ്റ്. അതാണ് നമ്മുടെ കോടതികൾ പലപ്പോഴും ഫോളോ ചെയ്തിരിക്കുന്നത്. പിന്നീട് അവർ ആ പറയുന്ന സമയത്ത്, നോ പറയുന്ന സമയത്ത്, ദാറ്റ് ഈസ് ഓവർ, ദാറ്റ് കൺസെൻറ്റ് ഈസ് ഓവർ. ഈ കൺസെൻറ്റ് എപ്പോൾ തീർന്നു എന്നുള്ളത് നോക്കാനുള്ള ബാധ്യത
ഉണ്ട്. ഏത് സമയത്താണ് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ. പക്ഷേ ഒരു മിനിറ്റ് അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, ഞാനൊന്ന് ചോദിച്ചോട്ടെ രാഹുൽ, ഒരു മിനിറ്റ്. ഗോൾ അടിക്കുന്ന കാര്യം രാഹുൽ മാങ്കൂട്ടത്തിലല്ല പറഞ്ഞത്. അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടത്തിൽ പറഞ്ഞത് കേസ് എന്താണെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞത് ശരി 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 ശ്രീ രഞ്ജിത്ത് മാരാർ, ഇപ്പോൾ ഈ പറയുന്ന കൺസെന്റ് രാഹുൽ പറഞ്ഞതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ശരി, കൺസെന്റ് ഇല്ലാതെയാണ്, കൺസെന്റോട് കൂടിയാണോ മനസ്സിലാക്കിയത്? രാഹുൽ പറഞ്ഞു എന്നുള്ളതാണ്. രാഹുൽ അല്ലാതെ പറഞ്ഞെന്നുണ്ടെങ്കിൽ ഞാൻ അത് തിരിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ അല്ലാതെ പറഞ്ഞേക്കണെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചെടുത്തു. പൂന്തോട്ടം സാർ ഒരിക്കലും അല്ല, ജോർജ് പൂന്തോട്ടത്തിൽ സാർ അല്ല. സ്മൃതിജി ഒരു സെക്കൻഡ്. അല്ല, മാരാർ സാർ വളരെ സീരിയസ് ആയി കേൾക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് എവിടെയാണ് എന്താണ് കേസ് എന്ന് അറിയില്ല എന്നുള്ള അർത്ഥത്തിലാണ്. അല്ല, രാഹുൽ അല്ല അത് പറഞ്ഞത്. ദയവായി ആ തെറ്റിദ്ധ അങ്ങൊന്ന് മനസ്സിൽ വെക്കണം. റിക്വസ്റ്റ് ആണ്. ശരി ശരി, ഞാൻ പൂന്തോട്ടം സാറാണ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വളരെ റെസ്പോൺസിബിൾ ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. എൻ്റെ തെറ്റായിരിക്കും, ഞാനത് തിരിച്ചെടുക്കണം. പക്ഷേ കൺസെൻറ്റ് എന്ന് പറയുന്ന സാധനം, കൺസെൻറ്റ് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാം. വൺസ് കൺസെൻറ്റ് ഡസ് നോട്ട് മീൻ യു വിൽ കൺസെൻറ്റ് ഫോർ എവർ. എന്താണ് തെളിവായിട്ട് എടുക്കുക? കാരണം ഇപ്പോൾ ഈ പറയുന്ന മൊഴികളിലുള്ള കാര്യം, ഇപ്പോൾ അധികാരത്തിൽ നിന്നുള്ള ബലാത്സംഗം ചുമത്തിയിരിക്കുന്ന BNS 64(2) F ആണ് അധികാരത്തിലിരുന്നുള്ള ബലാത്സംഗം. രണ്ടാമത്തത് ഗർഭിണിയാകുമെന്ന അറിവോടുകൂടിയുള്ള ബലാത്സംഗം, ആവർത്തിച്ചുള്ള ബലാത്സംഗം, ഇതൊക്കെയാണ് ചുമത്തിയിട്ടുള്ള ഒരു കാര്യം. പിന്നെ നിർബന്ധിത ഗർഭഛിദ്രം, അത് ജാമ്യമില്ലാ കുറ്റമാണ്, 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം. നിർബന്ധിത ഗർഭഛിദ്രം എന്നതിൻ്റെ ആ ശബ്ദരേഖയിൽ തന്നെ ചില തെളിവുകളുണ്ട്. അത് അവർ കരഞ്ഞങ്ങോട്ട് സംസാരിക്കുന്ന കാര്യങ്ങളും അതിൽ അയാൾ നൽകുന്ന മറുപടിയും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇതൊക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട തെളിവായി കോടതി എടുക്കില്ലേ? നിർബന്ധമായിട്ട് എടുക്കും. ഇതും എടുക്കും. ഇതുപോലെ തന്നെ ഇത് പരാതി വൈകാനുള്ള കാരണങ്ങൾ, അതേപോലെ ഏത് സമയത്താണ് പരാതി വരുന്നത്, അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിലും അദ്ദേഹത്തിൻ്റെ റൈറ്റ്സ് അഫക്റ്റ് ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം കോടതി കൺസിഡർ ചെയ്യും. ഇത് എത്രത്തോളം കൺസിഡർ ചെയ്യേണ്ട കേസാണെന്നുള്ളതും കോടതി നോക്കുകയും ചെയ്യും. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടോ എന്നുള്ളതും, അദ്ദേഹത്തിൻ്റെ ആൻറ്റിസിഡൻസ് എന്താണെന്നും, അദ്ദേഹത്തിൻ്റെ സബ്സിക്വൻറ്റ് കണ്ടക്ട് എന്താണെന്നുള്ളതും, ഇതെല്ലാം കോടതി കൺസിഡർ ചെയ്യും. കോടതി ഒന്നും കൺസിഡർ ചെയ്യാതിരിക്കില്ല. ഇവർ പറയുന്ന കാര്യങ്ങളുടെ കൂടെ തന്നെ വിക്ടിം പറയുന്ന കാര്യങ്ങളുടെ വിക്ടിംസ് എത്രത്തോളം ഞാൻ പറയുന്നത് ഒരു പാറ്റേൺ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് ബെയിൽ ഡിലേ ചെയ്യുകയില്ല. പക്ഷേ ഇവർ പറഞ്ഞ കാര്യങ്ങൾ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ടോ ബെയിൽ ഡിനേ ചെയ്യില്ല. പകരം ഇവർ പറഞ്ഞ കാര്യങ്ങൾ വസ്തുത കാണുകയാണ്, ഇദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമുണ്ട് എന്ന് കാണുകയാണെങ്കിൽ നാളെ വിക്ടിമിന് എന്തെങ്കിലും ഹരാസ്മെൻറ്റ് വരാൻ സാധ്യതയുണ്ടോ, ഇതെല്ലാം കൺസിഡർ ചെയ്യും. അവരുടെ പ്രൈവസീനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ, അവരെ മലീഷ്യസ് ആയിട്ട് ചിത്രീകരിക്കുന്നുണ്ടോ, അങ്ങനെ വരുമ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ റെസ്ട്രെയിൻസ് ഇദ്ദേഹം, അതായത് അക്യൂസ്ഡ് എന്ന് പറയുന്ന ആൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം കോടതി കൺസിഡർ ചെയ്യും. കൺസിഡർ ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് 482, അതായത് ഇതൊരു ഡിസ്ക്രിഷണറി റിലീഫാണല്ലോ, ഇൻവെസ്റ്റിഗേഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കതായ കാരണങ്ങൾ കണ്ടുകൊണ്ട് മാത്രമേ അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാൻ പറ്റൂ. അങ്ങനെയുള്ള രീതിയിൽ രണ്ടുപേരുടെയും റൈറ്റ്സിനെ നോക്കിക്കൊണ്ട്, അതായത് ഇൻവെസ്റ്റിഗേറ്റിംഗ് പാർട്ടീൻ്റെ വിക്ടിമിൻ്റെ റൈറ്റ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും നാൾ വൈകി പരാതി കൊടുത്തത് വേറെ എന്തെങ്കിലും കാരണം, നമ്മളിപ്പോൾ എല്ലാം പറയുന്നുണ്ട്, ഇന്ന് ഇലക്ഷനാണ്, ഇതെല്ലാം നിൽക്കുമ്പോൾ തന്നെ അവർ വിക്ടിം പരാതി കൊടുക്കാതിരുന്നത് വേറെ എന്തെങ്കിലും സമ്മർദ്ദം കൊണ്ടാണോ എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കേണ്ടി വരും. അങ്ങനെ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഇനി ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ടോ, അതോ ഇതൊരു ഇലക്ഷൻ്റെ സ്റ്റണ്ട് മാത്രമാണോ, ഇതെല്ലാം കോടതി നോക്കേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കോടതിയുടെ കണ്ണുകൾ, ഞാൻ പറയുന്നത് ഒട്ടും അന്ധമല്ല കോടതികളെല്ലാം. കേസ് നിൽക്കുമോ എന്നല്ലോ ചോദിച്ചത്, പ്രഥമ ദൃഷ്ട്യാ നിൽക്കുമോ എന്ന ചോദ്യമായിരുന്നു.